ഹലോ ഗൈസ്, എൻ്റെ റിസൾട്ട് വന്നു. എക്സാം റിസൾട്ട് അല്ല, ബ്ലഡ് റിസൾട്ട്. എന്നത്തെയും പോലെ ഞാൻ ആ വിഷയത്തിന് വീണ്ടും തോറ്റു. വേറൊന്നുമല്ല, കൊളസ്ട്രോൾ. ഈ കൊളസ്ട്രോൾ എനിക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ കുടുംബസ്വത്താണേ. ബാക്കി എല്ലാ വിഷയത്തിനും എനിക്ക് A+ ഉണ്ട്. പക്ഷേ ഇനി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. മഴയാണോ വെയിലാണോ, എക്സസൈസ് ചെയ്തേ പറ്റൂ. അതല്ലേലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പം വരുമ്പോഴല്ലേ ഒരു മോട്ടിവേഷൻ കിട്ടൂ. നേരെ പോയത് ഈ ബാഡ്മിൻ്റൺ കോർട്ടിലോട്ടാണ്. എൻ്റെ കൂടെ കളിക്കാൻ പോകുന്ന പയ്യയാണ് ഈ കാണുന്നത്. അത്യാവശ്യം ഹെൽത്തി ഫുഡ് മാത്രം കഴിക്കുന്ന എനിക്കെന്താ ഇങ്ങനെ കൊളസ്ട്രോൾ വരുന്നതെന്ന് ഞാൻ കാര്യമായിട്ടൊന്ന് അന്വേഷിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഈ കൊളസ്ട്രോള് ഫുഡിലൂടെ മാത്രമല്ല വരുന്നത്, സ്ട്രെസ്സിലൂടെയും നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിലൂടെയാണ് വരുന്നത്. സ്ട്രെസ്സ് പിന്നെ എനിക്ക് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉണ്ട്. അങ്ങനെ ഒരു അരമണിക്കൂർ ബാഡ്മിൻ്റൺ കളിച്ചിട്ട് ഞാൻ നേരെ ജിമ്മിലോട്ട് വന്നേ. പണ്ട് ഞാൻ ജോറായിട്ടുണ്ടായിരുന്നപ്പോൾ സ്ഥിരം ജിമ്മിൽ പോകുമായിരുന്നു. അന്ന് ഞാൻ ഈസി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന വർക്കൗട്ടാണ് ഞാനിപ്പം ചെയ്യാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത്. വെറും 4 kg മാത്രമാണ് ഈ ഡംബിളിന്. എന്നിട്ട് അതുപോലും എനിക്ക് പൊക്കാൻ പറ്റുന്നില്ല. സെഡൻറ്ററി ലൈഫ് സ്റ്റൈല് വെറും 26 വയസ്സായ എന്നെ ഒരു 50 വയസ്സുകാരിയാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്ക് പോലും എന്നെക്കാളും ആരോഗ്യം കാണും. ഇത്രയും മാത്രം ചെയ്തപ്പോൾ തന്നെ എൻ്റെ കൈ പോയി കേട്ടോ. ഈ കാണുന്ന മെഷീനിൽ ഞാൻ പണ്ട് 20-25 kg ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം വെറും 10 kg ഞാൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്ന മെത്തേഡ്സും മറന്നുപോയി. ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടുണ്ട് കേട്ടോ. പണ്ട് ഞാൻ ഒരു സെറ്റിൽ തന്നെ 15 റെപ്സ് ചെയ്തിരുന്ന ഞാനിപ്പോൾ 8-9 തന്നെ ഒതുക്കി കേട്ടോ. എനിക്കൊന്ന് ഞാൻ ആകെ കൂടി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മെഷീനിലെയും വെയിറ്റ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നതാണ്. മൊത്തത്തിൽ എൻ്റെ പാർട്സ് ആൻഡ് ഓർഗൻസ് പോയി കിടക്കുകയെന്ന് ഏതാണ്ട് ധാരണ എനിക്ക് വന്നു കേട്ടോ. 2 കൊല്ലം പിന്നെ ബോഡി അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ തന്നെയല്ലേ വരൂ. പക്ഷെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയിട്ട് വീണ്ടും പഴയതുപോലെ ആകുമെന്നാണ് ഇപ്പോൾ എൻ്റെ പേടി. ഏതായാലും ഇന്നത്തെ വർക്കൗട്ട് സെക്ഷനിലൂടെ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി ഈ ബോഡി പൊടി തട്ടി എടുത്തേ പറ്റൂന്ന്. അല്ലെങ്കിൽ ഒരു 10-30 വയസ്സാകുമ്പോഴത്തേനും എനിക്കൊരു 60 വയസ്സുകാരിയുടെ പ്രതീതിയായിരിക്കും. വീട്ടിൽ വന്നപ്പം ദേ ഇരിക്കുന്നു സ്വീറ്റ്സ്. ഇവിടുത്തെ ഒരു ഭയ്യയുടെ വൈഫ് ഉണ്ടാക്കി വിട്ടയാണ്. ആസാമി സ്വീറ്റ് ആണിത് കേട്ടോ. കണ്ടപ്പോൾ എങ്ങനെ തിന്നാതിരിക്കുന്നത്? പിന്നെ എങ്ങനെ നന്നാവും. ആക്ച്വലി ഇതൊരു ഹെൽത്തി ആസാമി സ്വീറ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരെണ്ണം കഴിച്ചെന്നും പറഞ്ഞ് എന്തുണ്ടാവാനാ അല്ലേ?